प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ഹരിയാലി കി ഛാവുമേ, ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ഘർ എന്ന പാഠവുമായിട്ടാണ്. വളരെ മനോഹരമായ ഒരു ചെറുകഥയാണിത്. ഘർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെയൊക്കെ വീടുകളാണ്. എന്നാൽ പ്രഭാത് എന്ന് പറയുന്ന ഈ കഥാകാരൻ ഈ ചെറിയ കഥ വഴി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വീട് എന്ന് പറയുന്നത് കേവലം മനുഷ്യന് മാത്രമുള്ളതല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അത് അവകാശപ്പെട്ടതാണ് എന്നാണ് നമുക്ക് ഈ ചെറിയ കഥ വഴി പറഞ്ഞു തരുന്നത്. വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കഥ എഴുതിയ പ്രഭാത് എന്ന കഥാകാരനെ കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേജ് നമ്പർ 32. ഞാനൊന്ന് വായിക്കാം. ജന്മ 10 ജൂലൈ 1972, 1972 ജൂലൈ 10-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. പ്രഭാത് കാ ജന്മ രാജസ്ഥാൻ में हुआ. രാജസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്. വേ കവി ഹോനെ കെ സാത്ത് സാത്ത് കഹാനികാർ ഭി ഹെ. അദ്ദേഹം നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ്. ഈ കഥ എഴുതുന്ന ഒരു കഥാകാരൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കവിയും കൂടെയാണ്. പാനിയോങ്കി ഗാഡിയോമേ ചൂൽത്താ രഹ ജാത്ത രഹ ആദി ഉൻകി പ്രമുഖ രചനായം ഹെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് പാനിയോങ്കി ഗാഡിയോമേ, ചൂൽത്താ രഹ, ജാത്ത രഹ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഘർ എന്ന ചെറുകഥയിലേക്ക് വരാം. കഹാനി ഘർ. പ്രഭാത്. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി കിലി സി ഥി. ഇവിടെ ചുമന്ന അക്ഷരത്തിലാണ് കലി എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. കലി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പൂമൊട്ട് എന്നാണ്. ഇവിടെ പക്ഷെ കലി എന്ന് കൊടുത്തിരിക്കുന്നത് ചിപ്കലി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ്, ചുരുക്കപ്പേരായിട്ടാണ് കലി എന്ന് കൊടുത്തിരിക്കുന്നത്. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി ഖിലി സീഥി. ഖിലി ഖിലി സീഥി എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷത്തിലാണ്. ഇവിടെ ചിപ്കലിയാണ് ഉദ്ദേശിക്കുന്നത്. പല്ലി, ചിപ്കലി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പല്ലി. വാക്കുകളുടെ അർത്ഥം ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം. പല്ലിയാണ് ചിപ്കലി. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി ഖിലി സീഥി എന്ന് പറഞ്ഞാൽ കലി എന്ന് വിളിക്കുന്ന ചിപ്കലി ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ഖിലി ഖിലി സീഥി എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിലാണ്. ഗിർഗിഡ് നെ ഉസെ സടക് പാർ കർ ആത്തെ ദേഖാ തോ മുസ്കുരായ. ഹലോ. എന്താണ് അങ്ങനെ സന്തോഷത്തിലാകാൻ കാരണം? ഒരു യാത്രയിലാണ് പുള്ളിക്കാരത്തി അല്ലെ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ആ യാത്രക്കിടയില് വഴി അക്കരെ കടന്ന് വരികയാണ്. സടക് പാർ കർണ എന്ന് പറഞ്ഞാൽ റോഡ് മുറിച്ച് കിടക്കുക. അപ്പൊ റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടു. പല്ലി റോഡ് മുറിച്ച് കിടക്കുന്നത് ആരാണ് കാണുന്നത്? ഗിർഗിഡ്. ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ ഓന്താണ്. ഓന്ത് കണ്ടു പല്ലി റോഡ് മുറിച്ച് കിടക്കുന്നത്. ട്ടോ മുസ്കുരായ. ഹലോ. പുഞ്ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് പറയാണ്. അതായത് ഇവിടെ ജീവജാലങ്ങളെല്ലാം മനുഷ്യനെ പോലെയാണ് കവി കഥാകാരൻ സങ്കല്പിച്ചിരിക്കുന്നത്. ഹലോ ചിപ്കലീനെ കഹ. ചിപ്കലീൻ തിരിച്ച് ഹലോ പറയാണ്. നമ്മളും അങ്ങനെയാണല്ലോ അല്ലെ, മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ ഹലോ പറഞ്ഞ് അഭിവാദ്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവരെ അഭിവാദ്യം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. തും യഹാം ഗിർഗിഡ് കാ ഗല ഫൂൽ കർ ചിപ്ക. നീ എന്താ ഇവിടെ? ഓന്തിന്റെ ഗല എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ്. തൊണ്ട ആദ്യം ഒന്ന് വീർത്തു, പിന്നെ ചുരുങ്ങി. നമ്മൾ ഓന്തിനെ കാണാറുണ്ടല്ലേ, കഴുത്തിങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തു വരും, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോഴേക്കും ചുരുങ്ങും അല്ലെ. നമ്മൾ ഓന്ത് നിറം മാറുന്നെന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ഓന്തിന്റെ കഴുത്ത് പെട്ടെന്ന് അല്ലെങ്കിൽ തലയൊന്ന് പെട്ടെന്ന് ഉയർത്തി അല്പം ഒന്ന് വലുതായി ഓന്ത്. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ പിച്ചക്ക. പിച്ചക്ക എന്ന് പറഞ്ഞാൽ ചുരുങ്ങി. ഫൂലിനാന്ന് പറഞ്ഞാൽ വികസിക്കാന്നും പിച്ചക്കനാന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ്. ആദ്യം ഒന്ന് വികസിച്ചു, പിന്നെ ഒന്ന് ചുരുങ്ങി. തും യഹാം സേ ക്യാ മതലബ് ഹേ തുമാരാ. ചിപ്കലി ബോലി. കലിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നീ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണ്? എന്തിനാണ് നീ എന്നോട് അങ്ങനെ ചോദിച്ചത്? നീ ഇവിടെ എന്ന് എന്താണ് നീ ഉദ്ദേശിച്ചത്?
കാരണം എന്താണ്? എല്ലാവരെയും പോലെ എനിക്കും എവിടെയും പ്രകൃതിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെ? എവിടെ വേണേലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. പിന്നെ നീ എന്തിനാണ് നീ ഇവിടെ എന്ന് ചോദിക്കുന്നത്? ചിപ്കലി ബോലി. ചിപ്കലി പറയാണ്, दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकता है, गिरगिट ने रंग बदलते हुए कहा. അപ്പൊ ഗിർഗിട്ട് അതിന് മറുപടി പറഞ്ഞ എന്താണ്? ദീവാർ പർ രഹനെ വാലി കോ സടക്ക് പർ ദേഖ്കർ. നിന്റെ താമസ സ്ഥലം എവിടെയാണ്? ഭിത്തിയാണ് അല്ലെ? പല്ലികളെ എപ്പോഴും നമ്മൾ കാണുന്ന ഭിത്തികളിലാണ് അല്ലെ? ഭിത്തിയിൽ താമസിക്കുന്ന നീ ഈ റോഡിൽ നിന്നെ കണ്ടു. സാധാരണഗതിയിൽ നിന്റെ വീട് എന്ന് പറയുന്നത് ഭിത്തിയാണ്. ഭിത്തിയിൽ താമസിക്കേണ്ട നിന്നെ വഴിയിൽ കണ്ടപ്പോൾ ഇത്തനാത്തോ പൂച്ച ഹി ജാ സക്താ ഹെ, ഇത്രയും ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? ഗിർഗിട്ടിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ. ഓന്ത് പെട്ടെന്ന് നിറം മാറിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ നിറം മാറുക എന്ന് പറഞ്ഞാൽ ഓന്തിന് അല്പം ഒരു ശുണ്ഠിയും കൂടെ വന്നു അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. ദേഷ്യം വരുമ്പോഴല്ലേ നിറം മാറുന്നത്. ഒരല്പം ദേഷ്യം കൂടെ വന്നു. അപ്പൊ നിറം മാറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഓന്തിന്റെ പൊതുവായ സ്വഭാവമാണ് പെട്ടെന്ന് നിറം മാറുക എന്നുള്ളത് അല്ലെ? നിറം മാറിക്കൊണ്ട് ചോദിച്ചു, മേ ആജ് ഘർ ബദൽ രഹി ഹും. അതിന് ചിപ്കലി പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ഇന്ന് വീട് ചേഞ്ച് ചെയ്യുവാണ്. ഘർ ബദൽ രഹി ഹും, വീട് മാറുന്നു. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ, വളരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാൻതേ ഹോങ്കെ. നിനക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും ശ്രീമാൻ ഫർഹാദിനെ അല്ലേ? ജരൂർ ജാൻതേ ഹോങ്കെ, തീർച്ചയായിട്ടും അറിയുമായിരിക്കും നീ. ഹാ പഹലെ ജബ് ഭി ഹം മിലേ ഹെ തുമ്നെ ഉൻകാ ജിക്ർ കിയാ ഹെ, ക്യാ ഹുവാ ഉനേം? ഗിർഗിട്ടി ആവാസ് മേ കഹാ. ശരിയാണ്, നമ്മൾ നേരത്തെ കണ്ടപ്പോഴെല്ലാം, പഹലെ ജബ് ഹം മിലേ ഹെ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോഴെല്ലാം, തുമ്നെ ഉൻകാ ജിക്ർ കിയാ ഹെ, നീ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ക്യാ ഹുവാ ഉനേം? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഗിർഗിട്ടി ആവാസ് മേ കഹാ. ഓന്തിന്റെ സ്വരത്തിൽ ചോദിക്കുകയാണ്. हुआ कुछ नहीं बुद्धू, वे जिस किराए के कमरे में रहते थे अब नहीं रहते, उन्होंने अपना नया घर बना लिया है. അവനൊന്നും പറ്റിയില്ല ബുദ്ധു, അവന് പറ്റിയ കാര്യമല്ല ഞാൻ പറയുന്നത്. വേ ജിസ് കിരായക്കെ കമരമേ രഹത്തെ, അദ്ദേഹം ഇത്രയും നാളും ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കിരായക്കെ കമര എന്ന് പറഞ്ഞാൽ വാടക വീട്. വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ് നഹി രഹത്തെ, ഇനി അവിടെ അല്ല താമസിക്കുന്നത്. ഉനോനെ അപ്ന നയാ ഘർ ബനാ ലിയാ ഹെ, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീടിതാ പണിയിച്ചിരിക്കുന്നു. ചിപ്കലിനെ കഹ, ചിപ്കലി മറുപടി പറഞ്ഞു. തോ തുമേ സുത്തേക്കാം ഗിർഗിട്ടിയായ, അതിന് നിനക്കെന്താണ്? ഓന്ത് വീണ്ടും ഓന്തിന്റെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. ഗിർഗിട്ടിയാന എന്ന് പറഞ്ഞാൽ ഓന്തിന്റെ സ്വരത്തിൽ സംസാരിക്കുക എന്നാണ്. ഓന്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ടാണ് അല്ലെ? അതിനാണ് ഗിർഗിട്ടിയാന എന്ന് പറയുന്നത്. മേര ജീന ദൂഫർ ഹോ ഗയാ ഹെ അവർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സേ ക്യാ. നീ ഇതെന്താണ് പറയുന്നത്? എന്റെ ജീവിതം എങ്ങനെയായി തീർന്നു? ദൂഫർ ഹോ ഗയാ ഹെ, അസഖ്യമായി തീർന്നിരിക്കുന്നു. അവർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സേ ക്യാ. നീ ചോദിക്കുകയാണ് നിനക്ക് എന്ത് പറ്റി? അദ്ദേഹം വീട് മാറുന്നതിന് നിനക്ക് എന്ത് പറ്റിയെന്ന് നീ ചോദിക്കുന്നു. എന്നാൽ എന്റെ ജീവിതം അസഹ്യമായി മാറിയിരിക്കുന്നു. തും കഭി രഹേ ഹോത്തെ ഉൻകെ സാഥ് ഉസ് കിരായക്കെ കമരമേ തോ കുച്ച് സമജ് പാത്തെ. നീ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ആ വാടക വീട്ടിലൊന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിനക്ക് മനസ്സിലായേനെ. കുച്ച് സമജ് പാത്തെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായേനെ. കിത്തനെ സലീക്കേസെ രഹത്തെ ഹം, കാരണം എന്താണ്? എത്ര അന്തസ്സായിട്ടാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞെന്നറിയാവോ? കിത്തനെ സലീക്കേസെ രഹത്തെ ഹം, ഞങ്ങൾ എത്ര അന്തസ്സായിട്ടാണ് അവിടെ കഴിഞ്ഞെന്നറിയാമോ? ഉൻകെ പാസ് കിതാബോം കി ബഡി ബഡി അൽമാരിയാം തി, അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരകൾ ഉണ്ടായിരുന്നു. വേ കിതാബോം കെ ആകെ രഹത്തെ മേൻ കിതാബോം കെ പീച്ചെ, അദ്ദേഹം പുസ്തകങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നു, ഞാൻ പുസ്തകങ്ങളുടെ പുറകിലും. മേൻ കിത്തനെ ഹി ബാർ ഉൻസെ കപ്പടോം കി ഗലീമേ മിലി, ഞാൻ എത്ര തവണ അദ്ദേഹത്തെ വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ട്രീറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നറിയാമോ? ബർത്തനോങ്കി ഗലീമേ മിലി, പാത്രങ്ങളുടെ സ്ട്രീറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നറിയാമോ? ദരാസ് മാർക്കറ്റ് മേ മിലി, വലിയ മാർക്കറ്റിൽ വെച്ച് അദ്ദേഹത്തെ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ഡസ്റ്റ്ബിൻ മേ മിലി, എന്തിനേറെ ഡസ്റ്റ്ബിന്നിൽ പോലും കണ്ടിട്ടുണ്ട്. പൊടി വാരിയിടുന്ന പാത്രത്തിൽ പോലും, ഞാൻ അടിച്ചുകൂട്ടി വാരിയിടുന്ന പാത്രത്തിൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചാടൂക്കെ നീച്ചെ മിലി, ചൂലിന്റെ അടിയിൽ വെച്ച് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്. ഹമേശ മുസ്കുരായ്, എപ്പ കണ്ടാലും അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിക്കും. मेरा तजुर्बा कहता है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. എന്റെ മനസ്സ് പറയുന്ന എന്താണ്? എന്റെ അനുഭവം പറയുന്നു. मेरा तजुर्बा कहता है, എന്റെ അനുഭവം പറയുന്ന എന്താണ്? चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है.
പല്ലികളെ കണ്ടാൽ അന്നേരം തന്നെ ചൂലും എടുത്തുകൊണ്ട് അവരുടെ പുറകെ വരുന്നവരുടെ ഇടയിൽ അദ്ദേഹം ഇല്ല. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വെച്ച് പല്ലികളെ കണ്ടാലും അദ്ദേഹം പല്ലികളെ കൊല്ലാനായിട്ടൊന്നും ഒരുങ്ങുന്നില്ല, പല്ലികളെ വെറുതെ വിടും. എവിടെയൊക്കെ വെച്ചാണ് അദ്ദേഹം പല്ലികളെ കണ്ടിരുന്നത്? അദ്ദേഹം മാർക്കറ്റിൽ പോകുമ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്ന സഞ്ചിയിൽ ഒരു പക്ഷേ പല്ലി കയറിയിരിക്കും. അതാണ് ദരാസ് മാർക്കറ്റ് മേ എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ അദ്ദേഹം പഴയ വസ്ത്രങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ആ വസ്ത്രങ്ങളുടെ ഇടയിൽ കയറിയിരിക്കും. അവിടെ മാർക്കറ്റിൽ ചെല്ലുന്ന കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് പല്ലി ചാടും. അല്ലെങ്കിൽ ബർത്തനവും ഗിഗലീമയും പഴയ പാത്രങ്ങൾ വിൽക്കാനൊക്കെ ചിലപ്പോൾ പോകാറില്ലേ, അങ്ങനെ പോയി കഴിയുമ്പോൾ ആ പാത്രങ്ങളുടെ ഉള്ളിൽ നിന്നും പല്ലി പുറത്ത് ചാടാറുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പല്ലിയായിട്ട് നമ്മളൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്, ഇദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? അന്നേരം തന്നെ അതിനെ തല്ലിക്കൊല്ലാനായിട്ട് നോക്കും. എന്നാൽ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ആ ഒരു പുഞ്ചിരിയോടുകൂടി അവരെ വെറുതെ വിടുകയേ ഉള്ളൂ എന്നാണ് നമ്മുടെ ചിൽക്കലി പറയുന്നത്. അത്രയും സ്നേഹമാണ് അദ്ദേഹത്തിന് ചെറിയ പ്രാണികളോടും പല്ലികളോടും ഒക്കെ. ഹോത്തേ ഹേ കുച്ച് ലോഗ് ഗിർഗിഡ് ഉബാസി ലേത്തെ ഹുയെ കഹ. അങ്ങനെയും ഉണ്ട് കുറച്ചു പേര്. ഗിർഗിഡ് ഉബാസി ലേത്തെ ഹുയെ കഹ. ഗിർഗിഡ് കൂട്ടുപായി ഇട്ടുകൊണ്ട് പറയുകയാണ്. അതായത് അത്ര എന്താണ് യോജിപ്പില്ല, അഭിപ്രായത്തിനോട് അത്ര യോജിപ്പില്ല, അതുകൊണ്ടാണ് അങ്ങനെ മടുപ്പ് കാണിക്കുകയാണ്. അതാണ് കൂട്ടുപായി ഇടുന്നത് അല്ലേ. അപ്പൊ കാണുമായിരിക്കും അങ്ങനെയും കുറച്ചു പേര്. അതായത് ജീവജാലങ്ങളെ വെറുതെ വിടുന്ന, എല്ലാവരും ഒന്നും വെറുതെ വിടത്തില്ല, അങ്ങനെ വളരെ കുറച്ചു പേരെങ്ങാനും കാണുമായിരിക്കും എന്ന് ഒരു ഉദാസീനതയോടുകൂടി പറയണം. उनसे पहले मैं श्रीमती शांतिदास के साथ कुछ दिन रही थी. पूरी अशांतिदास थी वे. मुझे देखते ही चिल्लाती थी, ऊश दिग्गी बंद जाती थी उनकी. कहती थी सुशांतो जल्दी आओ इसे भगाओ. അപ്പൊ ഇദ്ദേഹത്തിന് മുന്നേ നമ്മുടെ കലി ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്? ഫർഹാദിന് മുന്നേ കലി താമസിച്ചിരുന്ന ശാന്തിദാസ് എന്ന് പറയുന്ന ആളുടെ, ശ്രീമതി ശാന്തിദാസിന്റെ കൂടെയായിരുന്നു. ഉൻസെ പകലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി തി. അതും വളരെ കുറച്ചു ദിവസം അവരുടെ കൂടെ ജീവിച്ചുള്ളൂ. പൂരി അശാന്തിദാസ് തി. ശാന്തിദാസിന് വേറെ ഉള്ളൂ, പൂർണ്ണമായും അശാന്തിദാസ് ആയിരുന്നു അവർ എന്ന് പറയണം. മുച്ചെ ദേഖ്തേ ഹി ചില്ലാത്തി തി. എന്നെ കാണുമ്പോൾ തന്നെ വലിയ ഒച്ചത്തിൽ ബഹളം വയ്ക്കും. ഉയ് എന്താണ്? ഉയ് എന്നാണ് ഒച്ച വയ്ക്കുന്നത്. ദിഗ്ഗി ബന്ധു ജാതി തി. ഒച്ച അവർക്ക് പുറത്തേക്ക് വരില്ല. എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു പല്ലിയെ കാണുമ്പോൾ. ദിഗ്ഗി ബന്ധു ജാതീതി, സ്വരം പുറത്തേക്ക് വരില്ല, അതുപോലെ പേടിയായിരുന്നു അവർക്ക് എന്നെ. ദിഗ്ഗി ബന്ധു ജാതീതി എന്ന് പറഞ്ഞാൽ സ്വരം അടയ്ക്കപ്പെടുക എന്നാണ്. സ്വരം പുറത്തേക്ക് വരാത്ത അവസ്ഥയ്ക്കാണ് ദിഗ്ഗി ബന്ധു ജാന എന്ന് പറയുന്നത്. കഹത്തീത്തി സുശാന്തോ ജൽദി ആവോ ഇസേ ഭഗാവോ. അപ്പൊ വിളിച്ചു പറയുന്നത് എന്താണോ? സുശാന്തോ ജൽദി ആവോ. സുശാന്ത് എന്ന് പറയുന്നത് മകനോ അല്ലെങ്കിൽ ഭർത്താവോ ആയിരിക്കും. അപ്പൊ സുശാന്തേ പെട്ടെന്ന് വരൂ, ഇതിനെ ഓടിക്കൂ എന്ന് വിളിച്ചു പറയും. മേ ഉൻകെ സാത്ത് എക് സപ്താഹ് നഹീ ടിക് സകി. എനിക്ക് അവളുടെ കൂടെ ഒരാഴ്ച പോലും താമസിക്കാനായിട്ട് പറ്റിയില്ല. പർ കഹത്തേ ഹേ നാ ജോ വാസ്തവ് മേ ഫലാ ഹോത്താ ഹേ ഉസേ ഫലേ ലോഗ് ജരൂർ മിൽത്തേ ഹേ. പക്ഷെ ഒരു പറച്ചിലുണ്ടല്ലേ, ഒരു ചൊല്ലുണ്ട്. എന്താണ്? ജോ വാസ്തവ് മേ ഫലാ ഹോത്താ ഹേ ഉസേ ഫലേ ലോഗ് ജരൂർ മിൽത്തേ ഹേ. ആരാണോ വാസ്തവത്തിൽ നല്ലതായിട്ടുള്ളവരെ അവർക്ക് നല്ല ആൾക്കാരെ തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ നല്ലവരുടെ കൂടെയേ നല്ല ആൾക്കാര് വന്നു ചേരുകയുള്ളൂ എന്നൊരു ചൊല്ലില്ലേ. ഫലസ്വരൂപം മേരി സിന്ദഗിമേ ശ്രീമാൻ ഫർഹാദ് ആഹിഗയെ. അതിന്റെ ഫലമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് വന്നത് എന്ന് പറഞ്ഞാൽ ചിൽക്കലി സ്വയം അവള് നല്ല ആളാണ് സ്ഥാപിക്കുകയാണ് അല്ലെ. ഞാൻ നല്ല ആളായതുകൊണ്ടാണ് എനിക്ക് ഫർഹാദിനെ പോലെ നല്ല ഒരാളെ കിട്ടിയതെന്ന് സമർത്ഥിക്കുന്നു. कहते हुए चिपकली के चेहरे पर वैसी ही असीम शांति थी जैसी संगमरमर की मूर्तियों में होती है. ഇത് പറയുമ്പോൾ ചിപ്പക്കലിയുടെ മുഖത്ത് ഒരു അസീമമായ സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഒരു ശാന്തത അവളുടെ മുഖത്തുണ്ടായിരുന്നു. ജൈസി സംഗമർമർ കി മൂർത്തിയമ്മേ ഹോത്തി ഹേ. മാർബിൾ കൊണ്ട് കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുടെ മുഖത്തുള്ളതുപോലെ മനോഹരമായൊരു സമാധാനം അല്ലെങ്കിൽ ഐശ്വര്യമാണ് ഇപ്പോൾ ഈ ചിപ്പക്കലിയുടെ മുഖത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓഹ് ചിപ്പു മേം തുമാരാ ദർദ് സമജ് സക്താ ഹും കിത്നി ദഫ മേം ഖുദ് ഐസെ അനുഭവ സെ ഉതരാഹും ഗിർഗിഡ് നെ കഹാ. അപ്പൊ ഇവര് തമ്മിൽ നല്ല കൂട്ടാണ്, അതുകൊണ്ടാണ് ചിപ്പക്കലി എന്നുള്ള ചുരുക്കപ്പേര് വിളിക്കാണ് ചിപ്പു. ഓഹ് ചിപ്പു, ഓഹ് ചിപ്പു എന്ന് പറഞ്ഞാൽ ചിപ്പു മേം തുമാരാ ദർദ് സമജ് സക്താ ഹും, എനിക്ക് നിന്റെ വേദന മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് താമസ സ്ഥലം വേണം അല്ലെ പല്ലികൾക്ക്. ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങളും അതുപോലെ ചെറുപ്രാണികളും ഒക്കെ ഭിത്തിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പം വീട്ടിൽ ആൾക്കാരില്ലെങ്കിൽ ലൈറ്റ് ഒന്നും വിടത്തില്ല, ചെറിയ പ്രാണികളെ ഒന്നും കിട്ടില്ല. ഇദ്ദേഹം താമസം മാറിക്കഴിഞ്ഞ് വരുന്നവര് പല്ലികളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അവിടെ താമസം ബുദ്ധിമുട്ടാണ് അല്ലേ.
അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ചിപ്പു മേൻ തുമാരാ ദർദ് സമജ് സക്താ ഹൈ, എനിക്ക് നിന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. കിത്തനി ദഫ മേൻ ഖുദ് ഐസ അനുഭവത്തെ ഗുസ്രാകും, എത്ര തവണ ഞാൻ സ്വയം ഇങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. ഗിർഗിഡിനെ കഹ, ഗിർഗിഡ് പറഞ്ഞു. ചോദ്യം പിന്നീട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓഹ് ചിപ്പു മേൻ തുമാരാ ദർദ് സമജ് സക്താ ഹൈ, ഹം ദൂസരോं का दर्द समझने का मतलब क्या है, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് പിന്നീട് വിശദമായിട്ട് നോക്കാം. സോ അപ്പൊ മേരാ ഇരാദ ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി ബജാ കുജ ജീവൻ ഗുസർനെ കാ ഹൈ, അതുകൊണ്ട് ഇനി എന്റെ ലക്ഷ്യം എന്താണ്, ഇനി മുന്നോട്ടുള്ള എന്റെ തീരുമാനം, എന്റെ ഇരാദ, മേരാ ഇരാദ എന്ന് പറയുന്ന എന്റെ തീരുമാനം ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി ബജാ കുജ ജീവൻ ഗുസർനെ കാ ഹൈ, ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ തന്നെ ഇനി എനിക്ക് മെച്ചമുള്ള ജീവിതം ജീവിച്ചു തീരണം. ഉസാർന എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക എന്നാണ്, ജീവിതം ചെലവഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ചിക്കലിനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയേ കഹാ, ഇങ്ങനെ ഒരേ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് തമ്മിലുള്ള സംഭാഷണം നിർത്തി. എന്ന് പറഞ്ഞാൽ സംഭാഷണം മുറിച്ചു. കാരണം എന്താണ്, അവൾക്ക് ഫർഹാദിന്റെ വീട് വരെ ഇനി എത്തിച്ചേരാനുണ്ടല്ലേ. പോകുന്ന വഴിക്കാണ് ഗിർഗിഡിനെ കാണുന്നത്. വിചാർ അച്ചാഹെ ഗിർഗിഡ് പോലെ, കൊള്ളാം, നല്ല ഒരു ചിന്തയാണ്. ഗിർഗിഡ് മറുപടി പറഞ്ഞു. അച്ചാഹേന, നല്ലതല്ലേ. വക്ത് മിലേത്തോ ആനാ കഭി, നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ നീയും കൂടെ അങ്ങോട്ട് വല്ലപ്പോഴും വരണം എന്ന് പറയണം. വക്ത് മിലേത്തോ ആനാ കഭി, വക്ത് എന്ന് പറഞ്ഞ സമയം, സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരിക വല്ലപ്പോഴും. കഹത്തെ ഹുയെ ചിപ്കലി ആകെ ബെഡ്ഗി, ഇതും പറഞ്ഞുകൊണ്ട് ചിപ്കലി മുമ്പോട്ട് പോവുകയാണ്. അതായത് ഈ സംസാര ശൈലിയൊക്കെ കണ്ടോ, സാധാരണ രണ്ട് മനുഷ്യർ തമ്മിൽ കാണുമ്പോഴാണ് അല്ലേ സമയമുള്ളപ്പം ഒന്ന് ഇറങ്ങാന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്ന രീതിയിൽ നിനക്ക് സമയം കിട്ടുമ്പോൾ ഫർഹാദിന്റെ പുതിയ വീട്ടിലേക്ക് വരാനായിട്ട് ചിപ്കലി ക്ഷണിക്കണം. സരൂർ സരൂർ മുച്ചെ തുംസെ മിൽനെ ആന അച്ചാഹി ലഗേഗ, തീർച്ചയായും എനിക്ക് നിന്നെ കാണാൻ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ വരും എന്ന് പറയണം. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിഡ് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹാ, കൈ വീശിക്കൊണ്ട് യാത്ര പറയാണ്. ചിപ്കലി പോകുന്നത് നോക്കി കൈ വീശി യാത്ര പറയുന്നു. ചിപ്കലി നീംസരായ് കെ മകാൻ നമ്പർ 205 കെ ഗേറ്റ് പർ പഹുഞ്ചി, അങ്ങനെ ചിപ്കലി കെട്ടിട നമ്പർ 205 ഗേറ്റിൽ എത്തുകയാണ്. ദീവാർ പർ ചടി, അവിടെ എത്തിയെന്ന് മാത്രമല്ല ഭിത്തിയിലേക്ക് കയറുന്നു, ഗേറ്റിന്റെ ഭിത്തിയിലേക്ക് കയറുന്നു. ഗേറ്റ് പർ പഹുഞ്ചി ദീവാർ പർ ചടി, ഗേറ്റിലേക്ക് എത്തുന്നു, ഭിത്തിയിലേക്ക് കയറുന്നു. അപ്പൊ കേൾക്കുന്ന എന്താണ്, സുനോ സുനോ എന്ന് പറഞ്ഞാൽ കേൾക്കൂ കേൾക്കൂ, ആരോ വിളിക്കുകയാണ് അല്ലെ. ഹിന്ദി ഭാഷയിൽ നമ്മള് എന്താണ് ഏയ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നതിന് പകരം ഹിന്ദിയിൽ വിളിക്കുന്ന ഒരു വാക്കാണ് സുനോ. സുനോ എന്ന് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സുനോ. അതാണ് ഇവിടെ ആരോ നമ്മുടെ ചിപ്കലിയെ വിളിക്കുന്നു. ചിപ്കലിനെ ചാരോ മോർ നസർ കുമാക്കർ ദേഖാക്കി ആവാസ് കിതർച്ചയായി, ചിപ്കലി ചുറ്റുപാടും, ചാരോ മോർ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും എന്നാണ്, ചുറ്റുപാടും ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണ് തുറച്ചു നോക്കിക്കൊണ്ട് നോക്കുവാണ്. ആവാസ് കിതർച്ചയായി, ഈ സ്വരം എവിടുന്നാണ് വരുന്നത്. അരേ ഓർ ഊപ്പർ ഇതർ കോനേമേൻ, അപ്പൊ വീണ്ടും ആ സ്വരം കേൾക്കുകയാണ്. അരേ ഓർ ഊപ്പർ, നീ ഇങ്ങനെ നോക്കിയാൽ പോരാ, കുറച്ചുകൂടെ മുകളിലേക്ക് നോക്ക്, ഇതർ കോനേമേ, ഇവിടെ കോണിലേക്ക് നോക്ക് എന്ന് പറയണം. ചിപ്കലിനെ കോനമേൻ ദേഖ്തേ ഹുയേ കഹാ, ഉടനെ തന്നെ ചിപ്കലി കോണിലേക്ക് നോക്കുന്നു. നോക്കുമ്പോ ആരെയോ കാണുന്നു. എന്താ പറയുന്നത് നോക്കിയേ. മേൻ തോ സോച്ചത്തി തീ നയേ ഘർ മേ മേ ഹി സബ്സെ പഹലെ പഹുഞ്ചി രഹി ഹും, തും കബ് പഹുഞ്ചി, ഞാൻ ചിന്തിച്ച് ഈ പുതിയ വീട്ടിൽ ഞാനായിരിക്കും ആദ്യം എത്തുന്നു, നീ എപ്പോഴാണ് ഇവിടെ വന്നത്. മേനെ കൽഹി ഷിഫ്റ്റ് കിയാ ഹെ മക്കടീനെ കഹ, അവിടെ ആരാണ് വന്നിരിക്കുന്നത്, പുതിയ ആള്. മേനെ കൽഹി ഷിഫ്റ്റ് കിയാ ഹെ മക്കടീനെ കഹ, ഞാൻ ഇന്നലെ തന്നെ ഷിഫ്റ്റ് ആയി. മക്കടീനെ കഹ, ചിലന്തി പറഞ്ഞു. തോ ഔർ കോൺ കോൺ ഹേ ഹം, ഇവിടെ ഇനി വേറെ ആരൊക്കെ ഉണ്ട്. ചിപ്കലിനെ പൂച്ച, ചിപ്കലി ചോദിക്കാണ്. 10-15 മഖ്യാം ഔർ സൗസെ ആസ്പാസ് മച്ചർ മക്കടീനെ ബദായ, ഇവിടെ എന്നെ കൂടാതെ ഒരു 10-15 ഈച്ചകൾ വന്നിട്ടുണ്ട്, 100-ലധികം കൊതുകുകളും വന്നിട്ടുണ്ട്. മക്കടീനെ ബദായ, ഇത് ആരാ പറയുന്നത്, ചിലന്തിയാണ് ഈ മറുപടി പറയുന്നത്. ഹായ് ചിപ്കലിനെ മക്കി മച്ചരോങ്കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുയേ കഹാ, ഉടനെ തന്നെ ചിപ്കലി എന്ത് ചെയ്തു, ഈച്ചകളുടെയും കൊതുകുകളുടെയും നേരെ കൈ വീച്ചിക്കൊണ്ട് ഹായ് പറയാണ്. പക്ഷെ അവർക്ക് അത്ര ഇഷ്ടപ്പെടുവോ, ഈച്ചകൾക്കും കൊതുകുകൾക്കും പല്ലി അത്ര ഇഷ്ടപ്പെടുവോ. ഹാം ഹൂം ഹി ഹി മക്കി മച്ചറോനെ കുച്ച് ഖബരായി സി ഹസി ഹസ്തേ ഹുയേ ജവാബ് ദിയാം, അവരിടുന്ന ഒരു ഒച്ചയാണ് കേട്ടോ. ഈ ഹാം ഹൂം ഹി സി എന്ന് പറഞ്ഞാൽ ഈച്ചയും കൊതുകൊക്കെ മൂളുകല്ലേ, ആ ഒരു ഒച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. മക്കി മച്ചറോനെ കുച്ച് ഖബരായി സി ഹസി ഹസ്തേ ഹുയേ ജവാബ് ദിയ, അവർക്കൊരല്പം പേടിയുണ്ട്, എങ്കിലും ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ്. എന്താ പേടി കാരണം, പല്ലി അവരെ പിടിക്കും അല്ലേ. ഓർ വഹി മുഖാവര ദോഹരായ, എന്നിട്ട് അവര് രഹസ്യമായിട്ട്
ആ ഒരു പഴഞ്ചൊല്ല് പറയുകയാണ്. ഏത് പഴഞ്ചൊല്ലാണ്? ജോ ഇൻസാനോ മേം ഖാസ പ്രചലിത, മനുഷ്യരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് അവർ പറയുന്നത്. ഹം ജഹാം ജാനാ ചാഹത്തെ ഹെ ഹമാരി ബദ്കിസ്മത്തി ഹംസെ പഹലെ വഹാം പഹഞ്ച് ജാത്തി ഹെ. മനുഷ്യരുടെ ഇടയിലുള്ള ആ ചൊല്ലെന്താണ്? ഞങ്ങൾ എവിടെയാണോ പോകാൻ ഒരുങ്ങുന്നത്, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിച്ചേർന്നിരിക്കും. എന്താ ഇവിടെ പറയാൻ കാരണം? ആ ഈച്ചകളുടെയും കൊതുകുകളുടെയും ദൗർഭാഗ്യം ആരാണ്? പല്ലിയാണ് അല്ലെ. അവരെ പിടിക്കുന്നത് പല്ലിയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം. ഹം ജഹാൻ ജാനാ ചാഹത്തെ ഹെ ഹമാരി ബദ്കിസ്മത്തി ഹംസെ പഹലെ വഹാം പഹഞ്ച് ജാത്തി ഹെ. ഞങ്ങൾ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് മനുഷ്യർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അതേ വാക്യമാണ് ഈച്ചയും കൊതുകും ഇവിടെ ആവർത്തിക്കുന്നത്. छिपकली ने जाने कैसे सुन लिया, मच्छरों को सुनाते हुए मकड़ी से कहने लगी, कुछ लोग खुद तो लोगों का खून ही पिए और दूसरों से चाहे कि वे शाकाहारी रहे, बाहरे जमाने. ഈച്ചകളും കൊതുകുകളും കൂടെ ഈ പറഞ്ഞു അല്ലെ, ഞങ്ങൾ എവിടെ ചെല്ലുന്നോ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു. ഇതെങ്ങനെയോ പല്ലിച്ചേട്ടൻ കേൾക്കുകയാണ്. ചിക്കലീനെ ജാനെ കൈസെ സുൻലിയ, എങ്ങനെയാണ് കേട്ടതെന്ന് അറിയില്ല, പക്ഷെ കേട്ടു. മച്ചറോങ്കോ സുനാത്തെ ഹുയെ മക്കടീസെ കഹനലകെ. അപ്പൊ അതിന് മറുപടി പറയണ്ടേ? അപ്പൊ ഈച്ച മച്ചറോങ്കോ സുനാത്തെ ഹുയെ മക്കടീസെ കഹനലക, കൊതുകുകളെ കേൾപ്പിച്ചുകൊണ്ട് ചിലന്തിയോട് പറയുകയാണ്. കുച്ച് ലോകു ഖുദുത്തോ ലോകങ്ക ഖൂൻ ഹി പിയെ. കുറച്ച് ആൾക്കാരുണ്ട്, അവർ സ്വയം ആൾക്കാരുടെ രക്തം കുടിച്ചാണ് വളരുന്നത്. അവർ ദൂസരോംസെ ചാഹെങ്കി വേ ശാകാഹാരി രഹെ. എന്നിട്ട് പറയും മറ്റുള്ളവര് എപ്പോഴും സസ്യബുക്കുകളായിരിക്കണം എന്ന് പറയും. അവർ സ്വയം മനുഷ്യരുടെ രക്തം കുടിച്ചാണ് വളരുന്നത്, എന്നിട്ട് മറ്റുള്ളവർ സസ്യബുക്കുകളായിരിക്കണം എന്ന് അവർ പറയുകയും ചെയ്യും. വാഹ്രേ സമാനേഖ, എന്തൊരു കാലമാണിത്. അതായത് കൊതുകുകള് മനുഷ്യന്റെ രക്തം കുടിച്ചാണ് വളരുന്നത് അല്ലെ, പക്ഷെ പല്ലി കൊതുകുകളെ ആഹാരമാക്കുന്നു, അല്ലെങ്കിൽ ഈച്ചകളെ ആഹാരമാക്കുന്നു. അപ്പൊ അവയ്ക്ക് ഭീഷണിയാണ് പല്ലി അല്ലേ. അതുകൊണ്ടാണ് പല്ലി ഇങ്ങനെ പറയാൻ കാരണം. നയ മകാൻ കി നയി സഫേദ് ഛക് ദീവാർ മേം പുതായി കി പപ്പടി മേം സെ സിർ നികാൽത്തെ ഹുയെ കാലി ചിണ്ടിനെ കഹാ. അപ്പൊ ഒരു പുതിയ ആളും കൂടെ വരുവാണ്. എവിടെയാണ്? നയേ മകാൻ കി നയി സഫേദ് ഛക് ദീവാർ കി പുതായി മേം. പുതിയ വീടിന്റെ പുതിയ നല്ല തിളക്കമുള്ള ഭിത്തിയുടെ ആ ഒരു കോട്ടിങ്, പെയിന്റിങ്, അല്ലെങ്കിൽ എന്താണ് പെയിന്റ് ഒക്കെ അടിക്കുമ്പം അല്ലെങ്കിൽ സിമെന്റ് ഒക്കെ തേക്കുമ്പോൾ അതിന്റെ ചെറിയ വിടവുകളില്ലേ, അതിനാണ് പുതായി എന്ന് പറയുന്നത്. കോട്ടിങ് എന്നാണ് പുതായി എന്നുള്ള വാക്കുന്നത്. ആ കോട്ടിങ്ങിന്റെ ഉള്ളില് പപ്പടി മേംസെ, കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭിത്തിയിലെ പൊടികള്, ആ പൊടിക്കിടയിലാണ് ആരിയിരിക്കുന്നത്? കറുത്ത ഉറുമ്പിരിക്കുന്നത്. ആ പൊടിക്കിടയിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ പപ്പടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു അടർന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് സിർ നികാലത്തെ ഹുയെ കാലി ചീന്തിനെ കഹ, തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് കറുത്ത ഉറുമ്പ് പറയാണ്, ആപ് ലോഗ് ഇത്തനി തേജ് ആവാസ് മേം ബാത് കർ രഹേ ഹോ കി മേരെ ബच्चे സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ ഹേ. അപ്പൊ അവര് തന്നെയല്ല, കറുത്ത ഉറുമ്പ് തന്നെയല്ല വന്നിരിക്കുന്നത്, കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. എന്നിട്ട് ഇവരോട് പറയാണ്, ആപ് ലോഗ് ഇത്തിനി തേജ് ആവാസ് മേം ബാത് കർ രഹേ ഹോ, നിങ്ങൾ ഇത്രയും ഭയങ്കര സ്വരത്തില് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മേരെ ബच्चे സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ ഹേ. നിങ്ങളുടെ ഈ ബഹളം കാരണം എന്റെ കുട്ടികൾ ഉറങ്ങുന്നില്ല, അവര് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കർവട്ട് ബദലിന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നാണ്. ഉറക്കം വരുന്നില്ല അവർക്ക്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ മിണ്ടാതിരിക്കും, എന്റെ കുട്ടികൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ കറുത്ത ഉറുമ്പ് കുട്ടികൾ സഹിതമാണ് നേരത്തെ തന്നെ വന്ന് ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. ഓ മാഫ് കർണ, ഓ ശരി, ക്ഷമിക്കുക. ചിപ്കലീനെ മക്കടിക്ക് തരം സവാലി ആങ്കോംസെ ദേഖ്തെ ഹുയെ കഹാ. മാപ്പാക്കണം എന്ന് പറഞ്ഞ ഒപ്പം തന്നെ പല്ലി നമ്മുടെ ചിലന്തിയെ ഒരു ചോദ്യ രൂപത്തിൽ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതാരാണ് എന്ന് ഉള്ള അർത്ഥത്തിലാണ് സവാലിയ ആങ്കോംസെ ദേഖ്തെ ഹുയെ കഹാ. ഇവരെപ്പം വന്നു അല്ലെ, ഇവരൊക്കെ എപ്പം വന്നു എന്നുള്ള ഒരു ചോദ്യ രൂപത്തിലാണ് നോക്കുന്നത്. പതാനഹിയും കബ്സെ രഹിരഹി, എനിക്കറിയില്ല എപ്പം മുതൽ വന്ന് താമസിക്കുന്നതാണെന്ന്. മേം ഹി പകലി ബാർഹി ദേഖ് രഹിഹും, ഞാനും ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. ഇവരെപ്പം വന്നു എന്ന് എനിക്കറിയില്ല, ഞാനും ഇവരെ ഇപ്പോഴാണ് കാണുന്നത്. മക്കടീനെ ഫുസ്ഫുസാത്തെ ഹുയെ കഹാം, ചിലന്തി വളരെ ചെറിയ സ്വരത്തിൽ പറയുകയാണ്. ചായ തയ്യാർ ഹേ. ഇത്രയായപ്പോഴേക്കും വേറൊരാളുടെ ഒച്ച കേൾക്കുന്നു. ആരാ പറയുന്നത്? ചായ തയ്യാർ ഹേ, ഇതാ എല്ലാവർക്കും ചായ റെഡിയായിരിക്കുന്നു. और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, തത്തയ്യ ബോലി. ഞാനൊരു അയൽക്കാരൻ എന്ന നിലയിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. പടോസി ഹോനേക്കെ നാത്തെ, അയൽക്കാരനായത് കാരണം, പഹലി മുലാഖാത്ത് കെ മൗക്കെ പർ, ആദ്യ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ തന്നെ, ആപ് ദോനോങ്കോ ഏക് സാത്ത് ബുലാ രഹി ഹും, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ക്ഷണിക്കുകയാണ്. തത്തയ്യ ബോലി,
ഇതാരാണ് പറയുന്നത്? കടന്നലാണ് അല്ലെ. കടന്നൽ എന്ന് പറഞ്ഞാൽ തേനീച്ച. തതയ്യ ബോലി. തേനീച്ചകൾ സാധാരണ ജനലിങ്കൽ വന്ന കടന്നലുകൾ സാധാരണ ജനലിങ്കൽ വന്ന് കൂട് കൂട്ടും അല്ലെ. അപ്പൊ കടന്നൽ ജനലിന്റെ പുറകില് ഇരിപ്പുണ്ടായിരുന്നു. കടന്നലാണ് ഇത് പറയുന്നത്. मकड़ी और ചിപ്കലി കോ ഖിഡ്കി കെ പർദേ കെ പീछे തതയ്യ കെ ഹം ആക്കർ അച്ഛാ ഹി ലഗാ. അങ്ങനെ രണ്ടുപേരും ആ ക്ഷണം സ്വീകരിച്ച് ജനലിന്റെ കർട്ടന്റെ പുറകിലുള്ള കടന്നലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വളരെ സുഖമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരല്പം കർട്ടന്റെ പുറകില് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പല്ലിക്കും കടന്നലിനും അതുപോലെ എന്താണ് എട്ടുകാലിക്കും ഒക്കെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജനലിന്റെ പർദ്ദ അല്ലെങ്കിൽ കർട്ടന്റെ പുറകുവശം അല്ലെ. അവിടെ ചെന്നപ്പോ എല്ലാവർക്കും അത് നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. അരേ കോൻ കോൻ ഹേ ഹം ചിപ്കലി ബോലി. ചിപ്കലി വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ആരൊക്കെയാണ് വേറെ ഉള്ളത്? ആരോടാ ചോദിക്കുന്നേ? ആ മക്കടിയോടാണ് ചോദിക്കുന്നത്, ചിലന്തിയോടാണ് ചോദിക്കുന്നത് അല്ലെ. സ്യാദാദർസെ തും മിൽഹി ചുഗീഹോ. കൂടുതൽ പേരെ നീ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. സ്യാദാദർസ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര്, ഇവിടെയുള്ള എല്ലാവരെയും തന്നെ നീ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇൻകെ അലാവ ഏത്തോ ചൂഹാഹെ. ഇവരെയൊക്കെ കൂടാതെ പിന്നെ ഒരാളുള്ളത് എലിയാണ്. ലേക്കിൻ വേ പൂരെ സമയം നഹി രഹത്താഹെ. പക്ഷെ അവൻ മുഴുവൻ സമയം ഇവിടെ താമസിക്കത്തില്ല. ആത്ത ജാത്ത രഹത്താഹെ. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കും. കഭി കഭി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ഭി ഹോ ജാത്താഹെ. ചിലപ്പോ 1, 2, 3 ദിവസത്തിന് അവനെ കാണാനേ കിട്ടില്ല, അപ്രത്യക്ഷനായി പോകും. എന്ന് പറഞ്ഞാൽ ആ 3, 4 ദിവസം കൂടുമ്പോൾ വല്ലപ്പോഴും ഒരിക്കലാണ് എലി കയറി വരുന്നത്. ക്യാ കാം കർത്താ ഹേ വഹ്. അതെന്താ, അവനെ വേറെ വല്ല ജോലിക്കും പോകുന്നുണ്ടോ? എവിടെയാണ് ജോലിക്ക് പോകുന്നത്? ജോലിയാണ് അവൻ ചെയ്യുന്നത്? സുനാഹേ പത്രക്കാർ ഹേ. കേൾക്കുന്നു, അവനൊരു പത്രക്കാരനാണെന്ന് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പിടിക്കുന്നയാളാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓടി നടക്കുന്നയാളിന് നമ്മൾ പറയുന്ന ന്യൂസ് പിടിക്കുന്നയാളെന്നാണ് അല്ലെ. അപ്പൊ പത്രക്കാരനാണെന്ന് കേൾക്കുന്നു. തഫി. ശരി. ഉസ്കെ അലാവ കൊയ് ഓർ. അവനെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി? നഹി ഓർ കോയി ഭി നഹി ഹെ. ഇല്ലില്ല, വേറെ ആരും ഇല്ല. ചിടിയാം ഭി ആത്തി ഹെ. പിന്നെ ഉള്ളത് പക്ഷികളാണ്, അവരും വരും. പൈസ ദിന്മേ. അവര് വരുന്ന എപ്പോഴാണ്? പകല് മാത്രമേ അവര് വരാറുള്ളൂ. ലേക്കിൻ ശാം കോ ചലി ജാത്തി ഹെ. പക്ഷെ വന്നാലും രാത്രിയിൽ അവര് തിരിച്ചു പോകും. പിന്നുള്ളത് ഏക്ക് ഗിൽഹരി ഹെ ഓ ബാഹർ രഹത്തി ഹെ. ഒരു അണ്ണാനാണുള്ളത്, അവളാണെങ്കിൽ പുറത്താണ് താമസിക്കുന്നത്. അന്തർരഹനെ വാലേ കേവൽ ഹം ഹി ഹെ. ഇവരെല്ലാം ഏകദേശം പുറത്ത് താമസിക്കുന്നവരാണ്. വീടിന്റെ ഉള്ളിൽ താമസിക്കുന്നത് കേവൽ ഹം ഹി ഹെ, നമ്മൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയൊക്കെയാണ്? എട്ടുകാലിയുണ്ട്, അതുപോലെ തന്നെ കടന്നലുണ്ട്. കടന്നലും വന്നും പോയിരിക്കുന്നയാളാണ് അല്ലെ. ഫുൾ ടൈം വീടിനുള്ളിലില്ല. ഫുൾ ടൈം ഉള്ളിലുള്ളത് എട്ടുകാലിയും പല്ലിയും തന്നെയാണ്. ഓർ ശ്രീമാൻ ഫർഹാദ്. ഇനി ഇവരെല്ലാം കൂടാതെ പ്രധാനപ്പെട്ട ആളാരാണ്? ശ്രീമാൻ ഫർഹാദ് ആണ് അല്ലെ. അപ്പൊ ശ്രീമാൻ ഫർഹാദിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചിപ്കലി ചോദിക്കുകയാണ്. ചിപ്കലിനെ തതയ്യ ഓർ മക്കടി ദോനോങ്കി ഓർ ദേഖ്തേ ഹുയേ കഹ. കടന്നലിനെയും അതുപോലെ തന്നെ തത്തയ്യ ആരായിരുന്നു? എട്ടുകാലിയെയും കടന്നലിനെയും ഒരുപോലെ നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ചിലന്തിയെയും അതുപോലെ തന്നെ കടന്നലിനെയും നോക്കിക്കൊണ്ട് ചിപ്കലി ചോദിക്കുകയാണ്. ഓർ ശ്രീമാൻ ഫർഹദ് ചിപ്കലിനെ തത്തയ്യ ഓർ മക്കടി ദോനോങ്കി ഓർ ദേഖ്തേ ഹുയേ. അപ്പൊ ശ്രീമാൻ ഫർഹദോ, ചിപ്കലി കടന്നലിനെയും ചിലന്തിയെയും ഒരുപോലെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ക്യാ തും ഉൻകി ബാത് കർ രഹി ഹോ ജോ ശരീർ पर से एक तरह के कपड़े उतार कर दूसरे तरह के कपड़े पहनते रहते हैं. ഈ ആരുടെ കാര്യമാണ് പറയുന്നത്? ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള വസ്ത്രം അഴിച്ചെടുത്തിട്ട് വേറൊരു വസ്ത്രം ധരിക്കുന്ന ആളിനെ കുറിച്ചാണോ? എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കാണുന്നത് എന്താണ്? പുറത്തുപോയി ഫർഹദ് തിരിച്ചു വരുമ്പോൾ ആ വസ്ത്രം മാറും അല്ലെ. എന്നിട്ട് വേറൊരു വസ്ത്രമാണ് വീട്ടിൽ ധരിക്കുന്നത്. അതാണ് അവർ സ്ഥിരം കാണുന്നത് അല്ലെ. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ജോ ശരീർ पर से एक तरह के कपड़े उतार कर ദൂസരി തരക്കെ കപ്പടെ പഹന്റെ രഹത്തെ ഹെ. ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള വസ്ത്രം മാറി വേറൊരു തരത്തിലുള്ള വസ്ത്രം എടുത്തിരുന്ന ആളെ കുറിച്ചാണോ നീ പറയുന്നത്? പർ വോ തോ കേവൽ രാത്മേ രഹനേക്ക് ലിയേ ആത്തെ ഹെ. അയാളെ കുറിച്ചാണെങ്കിൽ അയാൾ വെറും രാത്രിയിൽ മാത്രം ഇവിടെ വരുള്ളൂ. അതും രാത്രിയിൽ താമസിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. ഉസ്മയം ഫി സ്യാദാദർ സമയം സോയ രഹത്തെ ഹെ. അതിൽ തന്നെ കൂടുതൽ സമയം ഉറങ്ങിക്കൊണ്ടിരിക്കും. തോടി ദേർക്കെ ലിയേ ജാഗത്തെ ഹെ തോ കിതാബ് ഉടാകർ പഠനയിലേക്ക് ജാത്തെ ഹെ. കുറച്ചു സമയത്തേക്ക് ഉണർന്നിരുന്നാൽ ആ സമയം മുഴുവൻ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. സച്ച് പൂച്ചോ വേ ബഹുത് തോടി സി ജഗയിലെത്തെ ഹി ഇസ് മഹാൻ മേ. സത്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ കുറച്ച് സ്ഥലമേ ഈ വീട്ടിൽ എടുക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യനായ അദ്ദേഹത്തിന് വളരെ കുറച്ച് സ്ഥലത്തിന്റെ ആവശ്യമേ ഈ വീട്ടിൽ വരുന്നുള്ളൂ. ബാക്കി സ്ഥലം മുഴുവൻ ആരാണ്? നമ്മളെ പോലെയുള്ളവരാണ് എടുത്തു തീർക്കുന്നത്. ഹമാരി തരക് ദീവാരിയും ഖിഡ്കിയും യാ ഛത്ത് സെ ഉൻകാ ഖാസ് ലേന ദേന നഹീ ഹെ തതയ്യ നെ കഹാ.
നമ്മളെ പോലെ ഭിത്തികളില് അല്ലെങ്കിൽ ജനലുകളില് അല്ലെങ്കിൽ മേൽക്കൂരകളില് തട്ടില് ഒന്നും അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു ബന്ധവുമില്ല. ഇവയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. നമ്മളെ പോലെ ഭിത്തികളുമായിട്ടോ ജനലുകളുമായിട്ടോ തട്ടുംപുറമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. തതയ്യാനെ കഹ, തതയ്യാണ് ഇതിന് മറുപടി പറഞ്ഞത്. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അദ്ദേഹം ഭിത്തികളും ജനലുകളും തട്ടുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭിത്തികള് ജനലുകള് തട്ടുകളൊന്നും അങ്ങനെ എപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കി കൊണ്ട് നടക്കുന്ന ആളല്ല. കിടക്കുന്നത് പോലെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് അല്ലെ. ഇവിടെ ചോദ്യമുണ്ട്, ഹമാരി തര ഖിഡ്കിയോം യാ ഛത് സെ ഉൻകാ ഖാസ് ലേന ദേന നഹീ ഹെ, യഹാ ഫർഹാദ് കെ പ്രതി പ്രാണി അംഗ കോൻ സാ മനോഭാവ പ്രകട ഹോതാ ഹെ. നമ്മളെ പോലെ ഭിത്തികള് അല്ലെങ്കിൽ ജനലുകള് തട്ടുംപുറം ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് പ്രത്യേക യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഫർഹാദിനോടുള്ള പ്രാണികളുടെ എന്ത് മനോഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രാണികൾക്ക് ഫർഹാദിനെ ഇഷ്ടമാണല്ലേ, കാരണം എന്താണ്, അവരെ ഫർഹാദ് ഒട്ടും ഉപദ്രവിക്കുന്നില്ല. ആ ഒരു മനോഭാവമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ബാക്കി ഇങ്ങോട്ട് നോക്കാം. ഖാസ് ക്യാ ഉൻകാത്ത കുച്ച് ലേന ദേന നഹി ഹെ. വിശേഷിച്ചെന്ന് ഉള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് ഭിത്തികളും ജനലുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഭിത്തികളും ജനലുകളും ഒന്നും അടിച്ചു വാഴുകയോ അല്ലെ അവയെ കുറിച്ചധികം ബോധറാവുകയോ ചെയ്യാറില്ല. അവിടെ എന്തൊക്കെ ജീവികളാണോ ഉള്ളതിനെ കുറിച്ചൊന്നും ബോധറാകാറില്ല. മകടിക്കോ ബഹുത്ത് കം സമയമേഹി യഹ് ബാത്ത് സമജ് ആകെയി. എട്ടുകാലിക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യം മനസ്സിലായി. കാരണം എന്താണ്, അടിച്ചു വരുന്ന ആളാണെങ്കിൽ ആദ്യമേ നമ്മൾ ചൂലെടുത്താൽ എന്നാലേ അടിച്ചു വരുന്ന എട്ടുകാലി വലയാണ് അല്ലെ തുടച്ചു നീക്കുന്നത്. അപ്പോൾ അത് എട്ടുകാലിയെ അവിടെ തുടരാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചൂലെടുത്ത് അടിച്ചു വരുന്ന സ്വഭാവം അദ്ദേഹത്തിന് വളരെ കുറവാണെന്ന് അർത്ഥം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ആർക്കാണ്? മക്കടിക്കാണ് അല്ലെ. മക്കടിക്ക് ബഹുത്ത് സമയമേഹി ബാത്ത് സമച്ചാടീത്തി. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് മക്കടിക്ക് മനസ്സിലായി, ചെലന്തിക്ക് മനസ്സിലായി അദ്ദേഹം അങ്ങനെ ഉപദ്രവിക്കുന്ന ആളല്ല എന്നുള്ളത്. ഇസ്ലി സോർ ബേക്കർ ബോലി. അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് പറയാണ്, എന്താ പറയുന്നത്, അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഭിത്തികളും അല്ലെങ്കിൽ ജനലുകളും തട്ടംപുറമൊന്നുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയണം. ചായക്ക് ബാദ് അപ്നെ അപ്നെ ടികാനോ കി ഓർ രൂഖ് കർനെ സെ പഹലെ മക്കടി ചിക്കലി और തതയ്യാനെ ഏക് ദൂസരെ കോ അപ്നെ ആപ് പതേ ബതായെ. അങ്ങനെ ചായക്ക് ശേഷം, ചായ എവിടെയായിരുന്നു? ജനലിന്റെ പുറകിലായിരുന്നു അല്ലെ. വിളിച്ചോണ്ട് പോയി ചായ കൊടുത്തു തതയ്യ. അപ്പം ചായക്ക് ശേഷം അപ്നെ അപ്നെ ടിക്കാനോ കി ഓർ രുഖ് കർനെ സെ പഹലെ, ഓരോരുത്തരും അവനവന്റെ വാസസ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. അപ്നെ അപ്നെ ടികാനോ കി ഓർ രുഖ് കർണ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ വാസസ്ഥലങ്ങളിലേക്ക് പോവുക എന്നാണ്. അങ്ങനെ വാസസ്ഥലങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പ് ചിപ്കലി ഓർ തതയ്യാനെ ഏക് ദൂസരേക്കോ അപ്പനെ പതേ ബതായെ. ചിപ്കലിയും തതയ്യായും പരസ്പരം അഡ്രസ്സുകൾ പറയുകയാണ്. അതായത് പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയാനായിട്ട് നമ്മളെ പേരും പിന്നടുത്ത് താമസിക്കുന്നതെന്നൊക്കെ പറയല്ലേ മനുഷ്യര് എന്ന് പറയുന്നാൽ ഇവരും പരസ്പരം അഡ്രസ്സ് പറയുന്നു. അതായത് സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. ദേർ രാത്ത് ശ്രീമാൻ ഫർഹാദ് ആയെ. അങ്ങനെ ഒത്തിരി രാത്രിയായി കഴിഞ്ഞു. ശ്രീമാൻ ഫർഹാദ് വരികയാണ്. ഉനഹനെ ദോ കമരെ കിച്ചൺ അവർ ബരാമദെ വാലെ അപ്നെ നയേ മകാൻ മേ ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. അദ്ദേഹം വന്ന ഉടനെ എന്താണ് ചെയ്യുന്നത്? 2 മുറിയും കിച്ചണും വരാന്തയും ഉള്ള ആ പുതിയ വീടിന്റെ എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് ഇട്ടു. നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അല്ലെ, ഒരാളെ ഉള്ളെങ്കിലും വന്ന് എല്ലാ മുറികളിലും ലൈറ്റ് ഇടും. അതായത് ഇലക്ട്രിസിറ്റിയുടെ ചെലവിനെ കുറിച്ചൊന്നും മനുഷ്യർക്ക് അങ്ങനെ ഒരു ബോധറിങ് ഇല്ല അല്ലെ. അതവിടെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇട്ടു എന്ന് പറയുന്നത്. ഖാന ബനാക്കർ ഖായ. അതിനുശേഷം അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പാനി പിയ, വെള്ളം കുടിച്ചു. മച്ചർദാനി ലഗായി, കൊതുക് വല വിരിച്ചു. അവർ ലൈറ്റേം ബുച്ചാക്കർ സോകയെ. പിന്നെ ലൈറ്റുകളെല്ലാം അണച്ച് അദ്ദേഹം ഉറങ്ങുകയാണ്. സോത്തേഹി ഉനെ സ്വപ്ന ആന ശുരു ഹോ ജാത്ത ഹെ. ഉറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഉറങ്ങിയ അധികം താമസിക്കാതെ തന്നെ സ്വപ്നം അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ്. उनके सपने में चल रहा था कि बुखारी में देखी पुरानी मटकी के पास चिपकली ने अंडे दिए है. അദ്ദേഹം സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ പത്തായത്തിൽ, ബുഖാരി എന്ന് പറഞ്ഞാൽ വീടിന്റെ കോണുകളിൽ ഉണ്ടാക്കുന്ന ഒരു ദ്വാരമാണ്. എന്തിന് ഉണ്ടാക്കുന്ന ദ്വാരമാണ്? പഴയ കാലത്തൊക്കെ ധാന്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പത്തായം പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയായിരുന്നു ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ധാന്യപുര എന്ന് വേണേൽ പറയാം. അപ്പൊ വീടിന്റെ കോണിലുള്ള ഈ ബുഖാരി അല്ലെങ്കിൽ ദ്വാരത്തിൽ, ധാന്യപുരയിൽ പുരാനി മടക്കിക്ക് പാസ് അവിടെ വെച്ചിരിക്കുന്ന പഴയ ഒരു മൺകുടമുണ്ട്. അതിനുള്ളില് അല്ലെങ്കിൽ അതിന്റെ സമീപം ചിക്കലീനെ അണ്ടേ ദിയേഹെ, പല്ലി ഇതാ മുട്ടയിട്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹം കാണുന്ന സ്വപ്നമാണ്. ഖമരോങ്കെ പീച്ചെ ഗാലറിക്ക് കോനേമേ മക്കടീനെ ബഹുത്ത് ബടാ ജാല തയ്യാർ കിയാ ഹെ. അതുപോലെ
മുറികളുടെ പുറകില് ഉള്ള ഒരു കുറച്ചിടയുണ്ട്. കമരോങ്കെ പീച്ചെ ഗാലറിക്ക് കൊനേമേം, മുറികളുടെ പുറകിലുള്ള ഗാലറി, അതിന്റെ കോണിൽ, ഗാലറിയുടെ കോണിൽ മക്കടീനെ ബഹുത് ബഡ ജാല തയ്യാർ കിയാ ഹെ, എട്ടുകാലി ഭയങ്കര വലിയ വലയാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ജിസ്മേ കുച്ച് മക്കിയാം സുഖായി ഹുയി ഹെ, അതിൻ്റെ അകത്ത് വന്ന് വീണ് കുറച്ച് ഈച്ചകള് ഉണങ്ങിയിരിക്കുന്നു. എട്ടുകാലി വലയിൽ വന്ന് പെട്ടാൽ പിന്നെ രക്ഷപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ, പ്രത്യേകിച്ച് ഈച്ചകളൊക്കെ, അതവിടെ വീണ് ചത്ത ഉണങ്ങിയിരിക്കും. ഫർഹാദ് ഉസ് ജാലേക്ക ഫോട്ടോ ക്ലിക്ക് കറേ, ഫർഹാദ് എന്താ ചെയ്യുന്നത്? അടിച്ചൊന്നും വാരുന്നൊന്നുമില്ല, അതിന് പകരം ആ എട്ടുകാലി വലയുടെ ഫോട്ടോ എടുക്കുകയാണ്. അത് ഇന്നത്തെ കാലത്തെ ആധുനിക മനുഷ്യനെ കളിയാക്കുന്നതും കൂടെയാണ് അല്ലെ. എന്ത് കണ്ടാലും ഉടനെ മൊബൈൽ എടുത്തോണ്ട് പോയി ഫോട്ടോ എടുക്കും അല്ലെ. അപ്പൊ അതിനെ ഒന്ന് കളിയാക്കുന്നതും കൂടെയാണ്. ഫർഹാദ് ഉസ് ജാലേക്ക ഫോട്ടോ ക്ലിക്ക് കറേ ഹേ, ബഹുത് ഖുശ് ഹെ കി നയേ ഘർ മേ ഉൻകാ പരിവാർ ബെഡ് രഹാ ഹെ ഓർ സഭി ഖുശ് ഹെ, അദ്ദേഹം വളരെ സന്തോഷവാനാണ്. കാരണം എന്താണ്? പുതിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സഭി ഖുശ് ഹെ എന്ന് തന്നെയാണ്, എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ്. ഇവിടെ കുടുംബം വികസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തെ കൂടാതെ നിരവധി അന്തേവാസികൾ അവിടെ ഇത്ര പെട്ടെന്ന് തന്നെ വന്നു എന്ന് കണ്ടതിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണെന്നാണ് കഥാകാരൻ പറയുന്നത്. ഈ സ്വപ്നെ ദേഖ്തേ ദേഖ്തേ ഹി ജാഗ് ജാത്ത ഹെ, ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉണരുന്നു. സുബഹ് ജാഗെ, അങ്ങനെ രാവിലെ ഉണരുന്നു. പലങ്കക്കെ നീച്ച് ഹി ചപ്പലമ്മയും പയർ ദിയെ, അങ്ങനെ കട്ടിലിന്റെ താഴെ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന കട്ടിലിന്റെ താഴെ വെച്ചിരുന്ന ചെരുപ്പുകളില് കാല് വെച്ചു. എഴുന്നേറ്റ് പോകാനായിട്ട് ചെരുപ്പുകളിലേക്ക് കാല് വെക്കുകയാണ്. തോനെ ഗുദ്ഗുദി ഹുയി, കാല് വെച്ചപ്പോ തന്നെ അദ്ദേഹത്തിന് എന്താ തോന്നിയത്? ഒരു ഇക്കിളി തോന്നുവാണ്. ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ ഇക്കിളി എന്നാണ്, ഒരു എന്തോ ഒരു എന്താണ് വഴുവഴുപ്പ്, അതിനൊക്കെയാണ് ഗുദ്ഗുദി എന്ന് പറയുന്നത്. ഒരു ഇക്കിളി പോലെ തോന്നുവാണ്. ഉനോനെ ദേഖാ കി തീൻ നനി ബേഠങ്കിയാം ചപ്പൽ പർ ഏക് ദൂസറേ സെ സട്ടി ഹുയി ഹെ, അദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന എന്താണ്? 3 ചെറിയ തവള കുഞ്ഞുങ്ങൾ ഈ ചെരുപ്പില് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിയിരിക്കുന്നു. അതായത് തവളയ്ക്ക് ഭയങ്കര പശപശപ്പാണല്ലേ, അതാണ് ചവിട്ടിയപ്പോള് പശ പോലെ തോന്നിയത്. ഉനമ്മനെ ചപ്പൽക്കോ ആഹിസ്തേസെ ഉടായ, നമ്മളൊക്കെയാണ് ചെരുപ്പിന്റെ അകത്ത് തവള കയറിയിരിക്കുന്നതാണ്, അന്നേരം ചെരുപ്പെടുത്ത് പുറത്തോടുകൊണ്ട് എറിയും അല്ലേ, ഭയങ്കര ദേഷ്യപ്പെട്ടത്. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തെന്നൊക്കെ, ഉനമ്മനെ ചപ്പൽക്കോ ആഹിസ്തേസെ ഉടായ, അദ്ദേഹം ആ ചെരുപ്പ് വളരെ സാവകാശം എടുക്കുകയാണ്. തീനോ മെണ്ടക്കിയോങ്കോ ദൂസരെ ഹാത്ത് കി ഹഥേലി പർ ലേ ലിയാ, ചെരുപ്പെടുത്തതിന് ശേഷം 3 തവള കുഞ്ഞുങ്ങളെ ഒരു കൈ കൊണ്ടെടുത്ത് മറ്റേ ഉള്ളം കൈയിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചു. ദൂസരെ ഹാത്ത് കി ഹഥേലി പർ ലേ ലിയ എന്ന് പറഞ്ഞാൽ മറ്റേ കൈയിലെ ഉള്ളം കൈയിലേക്ക് 3 തവള കുഞ്ഞുങ്ങളെ എടുത്തു വെക്കുകയാണ്. ഉൻകി ഹഥേലി പർ വേ കിസി തീൻ പങ്കുടിയോ വാലെ ഹരേ ഫൂൽ കി തരഹ് ലഗ് രഹി തീ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ 3 തവള കുഞ്ഞുങ്ങളെ കണ്ടാൽ എന്ത് തോന്നും? 3 ചിറകുകളുള്ള നല്ലൊരു പച്ച നിറത്തിലുള്ള പൂവാണതെന്ന് തോന്നും. പൂ വിരിഞ്ഞിരിക്കുന്നത് പോലെയാണ് ലഹന തോന്നുന്നതെന്നാണ് പറയുന്നത്. കുച്ചു ദേറുനെ ഹഥേലി പർ ലിയെ ലിയെ ബാഹർ ഹവാമേൻ ടഹലിനെ ലഗെ, കുറച്ചു നേരം ഇവരെ 3 പേരെയും ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് ശ്രീമാൻ ഫർഹാദ് എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. ബാഹർ ഹവാമേൻ ടഹലിനെ ലഗെ, പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങുന്നത്. ടഹലിന എന്ന് പറഞ്ഞാൽ ഉലാത്തുക എന്നാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്തോടെ നടക്കുന്നതിനാണ് ടഹലിന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നടക്കാനായിട്ട് പോയി. വേ तब तक टहलते रहे जब तक कि वे तीनों एक एक कर कूद न गई, എത്ര സമയം അദ്ദേഹം പുറത്ത് നടന്നുകൊണ്ടിരുന്നു? ഈ 3 എണ്ണത്തിനെ എറിഞ്ഞൊന്നുമില്ല, എത്ര സമയമാണ് നടന്നത്? തബ് തക് ടഹൽത്തെ രഹെ, ഇത്ര സമയം അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരുന്നു. ജബ് തക്, അതായത് എത്ര സമയമാണ്? വേ തീനോ ഏക്കേക്ക് കർ കൂദ് ന ഗയി, അവ 3 പേരും ഓരോന്നായിട്ട് കയ്യിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകുന്നത്ര സമയം അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവയെ എറിഞ്ഞു കളയാൻ തയ്യാറായില്ല. തവളകൾ ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി തീരുന്നത് വരെ അദ്ദേഹം വെറുതെ നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ജബ് വേ ഘർമേം ഖേൽനെ ലഗി വേ ആയിനേക്ക് സാമനെ ഖടേ ഹോക്കർ മുസ്കുരാനെ ലഗെ, വീണ്ടും അദ്ദേഹം വീട്ടിലേക്ക് വരുവാണ്. ഘർമേം ഖേൽനെ ലഗിയും, ഖേൽനെ ലഗി എന്ന് പറഞ്ഞാൽ കളിക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല, വീട്ടിലേക്ക് വന്ന് വീട്ടിലെ കാര്യങ്ങളിൽ മുഴുകാൻ തുടങ്ങിയപ്പോൾ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. വീട്ടിനുള്ളിലെ കാര്യങ്ങളിലേക്ക് മുഴുകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വേ ആയിനേക്ക് സാമനെ ഖടേ ഹോക്കർ മുസ്കുരാനെ ലഗെ, അദ്ദേഹം കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. തഭി ഉനേം ആയിനേമേം ചിക്കലി ദേഖി, അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആരെ കാണുന്നത്? ആയിനേമേം ചിക്കലി ദേഖി, കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ പന്നിയെ കാണുകയാണ്. നയി കർമ്മയും ഉൻ ദോനോങ്കി പഹലി മുലാഖാത്ത് തി, പുതിയ വീട്ടിൽ അവർ തമ്മിൽ ആദ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. അതായത് പഴയ വീട്ടിൽ നിന്ന് വന്ന പല്ലിയെ പുതിയ വീട്ടിൽ വന്ന് ഫർഹാദും
പല്ലിയും തമ്മിൽ ആദ്യത്തെ കൂടിക്കാഴ്ച എവിടെ വെച്ചായിരുന്നു? കണ്ണാടിയിൽ വെച്ചാണ് അല്ലെ. ഫർഹാദ് വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവർ തമ്മിൽ കൂടിക്കാണുന്നത്. കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. കഥയിലെ ചോദ്യോത്തരങ്ങളുമായി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ പരീക്ഷ അടുത്തിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉടൻ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ. हर दिन नए सपने हम संग